ഹൈഡാ. അപ്പോ എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസിന്റെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇവിടെ നമ്മൾ ഇന്ന് ഇന്ത്യൻ ഭൂമിശാസ്ത്രം, അതായത് ഭൂമിശാസ്ത്രത്തിന്റെ മുൻവർഷ ചോദ്യങ്ങൾ, അതായത് മുൻവർഷം എന്ന് പറയുമ്പോൾ 2021 മുതലാണ് നമ്മുടെ ചേഞ്ച് വരുന്നത്. അതിനു മുന്നേ കുറച്ചധികം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അത് തന്നെ ഇപ്പൊ നമ്മുടെ ഇതിലൊക്കെ ചോദിച്ച് കാണുന്നുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. അതായത് മുൻവർഷ ചോദ്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ഒരു 3 പാർട്ടായിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഏകദേശം 3 പാർട്ട് കൊണ്ട് നമ്മൾ തീർക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ കുറച്ചധികം ചോദ്യങ്ങൾ നോക്കുകയാണ്. എടാ, ബെഞ്ചൻ ഏത് നദിയുടെ പോഷക നദിയാണ്? ബെഞ്ചൻ എന്നത് ഏത് നദിയുടെ പോഷക നദിയാണ്? എടാ, നർമ്മദ നദിയുടെ പോഷക നദിയാണ് ബെഞ്ചൻ എന്ന് പറയുന്നത്. ഇത് മുൻപ് ചോദിച്ചതാണ്, പഠിച്ചു വെച്ചേക്ക്, ഇനിയും ചോദിക്കാം. ബെഞ്ചൻ എന്നത് നർമ്മദ നദിയുടെ പോഷക നദിയാണ്. എടാ, മറ്റൊരു ചോദ്യം എങ്ങനെയാണ്? മുംബൈയെയും പൂനെയെയും ബന്ധിപ്പിക്കുന്ന ചുരം ഏത്? അത് ബോർഗട്ട് ചുരമാണ്. മുംബൈയെയും പൂനെയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ബോർഗട്ട് ചുരം. ഇനി മറ്റൊന്ന്, ജൈവാംശം ഏറ്റവും കൂടുതലുള്ള മണ്ണ്, അത് പർവ്വത മണ്ണാണ്. ഏതാടാ? പർവ്വത മണ്ണ്. ജൈവാംശം ഏറ്റവും കൂടുതൽ പർവ്വത മണ്ണിനാണ്. മറ്റൊരു ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ പർവ്വത നിര ഏതാണ്? എടാ, അത് ആരവല്ലിയാണ് കേട്ടോ. ആരവല്ലി. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ പർവ്വത നിര ആരവല്ലി പർവ്വത നിരയാണ് എന്ന് മനസ്സിലാക്കുക. എടാ, മറ്റൊന്ന്, ഇന്ത്യയുടെ ഏറ്റവും വലിയ ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂപ്രകൃതി വിഭാഗം എന്ന് പറയുന്നത് ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഏതാടാ? ഉപദ്വീപീയ പീഠഭൂമിയാണ് എന്ന് മനസ്സിലാക്കുക. എടാ, പടിഞ്ഞാറോട്ട് ഒഴുകുന്ന പ്രധാന 2 നദികളുണ്ട്. അതാണ് താപ്തിയും നർമ്മദയും. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന പ്രധാനപ്പെട്ട 2 നദികളാണ്, ഒന്ന് താപ്തിയും മറ്റൊന്ന് നർമ്മദയും എന്ന് പഠിച്ചു വച്ചേക്കുക. എടാ, തുംഗഭദ്ര നദി ഏത് ഉപദ്വീപീയ നദിയുടെ പോഷക നദിയാണ്? എടാ, കൃഷ്ണ നദിയുടെ പോഷക നദിയാണ് തുംഗഭദ്ര. അപ്പൊ തുംഗഭദ്ര കൃഷ്ണ നദിയുടെ പോഷക നദിയാണ് എന്ന് മനസ്സിലാക്കുക. കൃഷ്ണ നദിയുടെ ഉപദ്വീപീയ നദിയായ കൃഷ്ണ നദിയുടെ പോഷക നദിയാണ് തുംഗഭദ്ര. പഠിച്ചു വച്ചേക്ക്. എടാ, ഉത്തരപർവ്വത മേഖലകളിലെ നാഥുല ചുരം. എടാ, നാഥുല ചുരം ഏതൊക്കെ പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. എടാ, നാഥുല ചുരം സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത് മനസ്സിലാക്കുക. ഏതൊക്കെ? ടിബറ്റിനെയും സിക്കിമിനെയും. നാഥുല ചുരം. എടാ, ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. എടാ, ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് ചോദിച്ചാൽ അത് മൗണ്ട് K2 ആണ്. ഗോഡ്വിൻ ഓസ്റ്റിൻ എന്നറിയപ്പെടുന്ന മൗണ്ട് K2 ആണ്. നമ്മുടെ ട്രാൻസ് ഹിമാലയയിൽ സ്ഥിതി ചെയ്യുന്ന മൗണ്ട് K2 ആണ് ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ഇത് തർക്കരഹിത ഇന്ത്യയിലാണ്. അതുകൊണ്ട് ഇന്ത്യയിലെ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് മൗണ്ട് K2 പറയാൻ വേണ്ടി സാർ. എന്നാൽ പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന എന്ന് ചോദിച്ചാൽ അത് ഉത്തരം മാറ്റം വരും. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എടാ, നെല്ല് കൃഷി ചെയ്യുവാൻ വേണ്ട അനുയോജ്യമായ ഊഷ്മാവ് എത്രയാണെന്നറിയോ? 20 മുതൽ 27 ഡിഗ്രി വരെ സെൽഷ്യസ് ആണ്. എടാ, നെല്ല് കൃഷി ചെയ്യാൻ വേണ്ട അനുയോജ്യമായ ഊഷ്മാവ് ചോദിച്ചാൽ 20 മുതൽ 27 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് എന്ന് മനസ്സിലാക്കുക. എടാ, ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ പദ്ധതി ഏതാണെന്നറിയോ? എടാ, അത് ബക്രാനങ്കലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ പദ്ധതിയാണ് ബക്രാനങ്കൽ എന്ന് പറയുന്നത്. ബക്രാനങ്കൽ ഇതൊക്കെ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കും, പഠിച്ചു വച്ചേക്കണേ. എടാ, ഹിരാക്കുഡ് നദീതട പദ്ധതി ഏത് നദിയിലാണ്? എടാ, അത് മഹാനദിയിലാണ്. മഹാനദിയിലാണ് ഹിരാക്കുഡ് നദീതട പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. എവിടെ? മഹാനദിയാണ് എന്ന് ഓർത്ത് വെച്ചേക്ക്, പഠിച്ചേക്കണേ. എടാ, പഠിച്ചേക്കും. അടുത്ത്, എടാ, ചിൽക്ക തടാകം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ചിൽക്ക തടാകം എവിടെ സ്ഥിതി ചെയ്യുന്നു? എടാ, ഒഡീഷയിലാണ് കേട്ടോ. ചിൽക്ക തടാകം ഒഡീഷയിലാണ് എന്ന് മനസ്സിലാക്കുക. എടാ, ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽവനം എവിടെയാണെന്നറിയോ? എടാ, പശ്ചിമ ബംഗാളിലെ സുന്ദർബനിലാണ് കേട്ടോ. സുന്ദർബനിലാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കണ്ടൽവനം സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും വലുത് സുന്ദർബൻ എവിടെയാണ്? പശ്ചിമ ബംഗാളിലാണ്. എടാ, ജോഗ് വെള്ളച്ചാട്ടം എവിടെയാണ്? എടാ, അത് ശരാവതി നദിയിലാണ്. ജോഗ് വെള്ളച്ചാട്ടം ഏത് നദിയിലാണ് എന്ന് ചോദിച്ചാൽ ശരാവതി നദിയിൽ. ഒരുപാട് കാലം മുൻപൊക്കെ പണ്ട് കാലങ്ങളിൽ ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ചോദ്യമാണ് ജോഗ് വെള്ളച്ചാട്ടം. അത് ശരാവതി നദിയിലാണ്. ഇനി ചോദിക്കാം. എടാ, സെമു ഗ്ലേസിയർ എവിടെയാണെന്നറിയോ? സെമു ഗ്ലേസിയർ സ്ഥിതി ചെയ്യുന്നത് സിക്കിമിലാണ് കേട്ടോ. സെമു ഗ്ലേസിയർ സിക്കിമിൽ സ്ഥിതി ചെയ്യുന്നു. അതുപോലെ മൺസൂണിന്റെ ഫലമായി രൂപപ്പെടുന്ന മണ്ണിനമാണ് ലാറ്ററൈറ്റ് മണ്ണ്. എടാ, നമ്മുടെ ഇവിടെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലാറ്ററൈറ്റ് മണ്ണ്. എന്തുകൊണ്ടാണ്? മൺസൂണിന്റെ ഫലമായിട്ടാണ് ഇത് രൂപപ്പെടുന്നത്. ഏതാണ്? ലാറ്ററൈറ്റ് മണ്ണ്. എടാ, കാഞ്ചൻജംഗ കൊടുമുടി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ചോദിച്ചാൽ അത് സിക്കിമാണ്. കാഞ്ചൻജംഗ കൊടുമുടി സിക്കിമിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. സിക്കിം. എടാ, ഇന്ത്യൻ സംസ്ഥാനത്തെ ടിബറ്റിനെയാണ് നാഥുല ചുരം. നമ്മളിപ്പോ പറഞ്ഞു ടിബറ്റിനെയും വേറെ ഏത് സ്ഥലത്തെയുമാണ് നാഥുല ചുരം ബന്ധിപ്പിക്കുന്നത്? എടാ, അത് സിക്കിമാണ്. സിക്കിം. അതായത് ടിബറ്റിനെയും സിക്കിമിനെയുമാണ് നാഥുല ചുരം. കണ്ടോ, ഇത് വേറെ രീതിയിൽ ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നു. അതായത് നേരത്തെ ടിബറ്റും സിക്കിമുമാണ് ഉത്തരം വരുന്നത്. ഇവിടെ ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെയും ടിബറ്റിനെയുമാണ് നാഥുല ചുരം ബന്ധിപ്പിക്കുന്നത് എന്നാണ് ചോദിച്ചത്. അത് സിക്കിമാടാ, സിക്കിം.
മറ്റൊന്ന് ഹിമാചൽ പ്രദേശിലെ നാഫ്ത ചാക്രി ഡാം. നാഫ്ത ചാക്രി ഡാം ഹിമാചൽ പ്രദേശിലാണ്. അത് ഏത് നദിയിലാണ് എന്നാണ് ചോദ്യം. അത് സത്ലജ് നദിയിലാണ്. നാഫ്ത ചാക്രി ഡാം സ്ഥിതി ചെയ്യുന്നത് സത്ലജ് നദിയിലാണ്, ഹിമാചൽ പ്രദേശിലാണ്. നാഫ്ത ചാക്രി ഡാം ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. പെഡോജെനിസിസ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മണ്ണിന്റെ രൂപീകരണമാണ്. മണ്ണിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് പെഡോജെനിസിസ് എന്ന് പറയുന്നത്. പെഡോജെനിസിസ് മണ്ണിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറയാം. ഈ ചെന്നൈ ഉൾപ്പെട്ട തീരസമതലം ഏതാണ്? നമ്മൾ ഇന്നലെ പഠിച്ചിട്ടുണ്ട്. ചെന്നൈ ഉൾപ്പെട്ട തീരസമതലവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചു. അതിൽ ചെന്നൈ ഉൾപ്പെട്ട തീരസമതലം ഏതാണ്? അത് കോറമാൻഡൽ ആണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഇന്ത്യയുടെ മാപ്പ് വരയ്ക്കുമ്പോൾ ഈ ഏരിയ വരെ ഇവിടം വരെ എന്താണ്? ഇത് കോറമാൻഡൽ ആണ്. അവിടെ നിന്ന് അങ്ങോട്ടാണ് എന്താണ് വടക്കൻ സിർക്കാർസ് വരുന്നത് നമ്മൾ പറഞ്ഞു. അപ്പോ കോറമാൻഡൽ ഉൾപ്പെടുന്നത് ചെന്നൈ ഉൾപ്പെട്ട തീരസമതലമാണ്. 0 രേഖാംശ രേഖയെ പറയുന്നത് ഗ്രീനിച്ച് രേഖ എന്നാണ്. 0 രേഖാംശ രേഖയെ ഗ്രീനിച്ച് രേഖ എന്ന് നമ്മൾ പറയുന്നുണ്ട്. മൗണ്ട് അബു സുഖവാസ കേന്ദ്രം ഏത് പർവ്വത നിരകളിലാണ് സ്ഥിതി ചെയ്യുന്നത്? എവിടെയാടാ മൗണ്ട് അബു സ്ഥിതി ചെയ്യുന്നത്? ആരവല്ലിയിലാണ്. എവിടെയാണ്? ആരവല്ലി പർവ്വത നിരകളിലാണ് മൗണ്ട് അബു സുഖവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എന്ന് പഠിച്ചു വെച്ചേക്ക്. റാബി വിളയ്ക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെ? റാബി വിള ഗോതമ്പുണ്ട്, പയറുണ്ട്, ബാർലി ഉണ്ട്, ലിൻസീഡ് ഉണ്ട്, കടുകുണ്ട്, പുകയിലുണ്ട്. ഇതാണ് ഇതിന്റെ ഉദാഹരണങ്ങൾ. ഇതിനൊരു കോഡ് ഉണ്ട്. ഇങ്ങനെയാണ്: മഞ്ഞുകാലത്ത് ഗോപബാലിക പുകവലിക്കും. മഞ്ഞുകാലത്ത് ഗോപബാലിക പുകവലിക്കും. ഇത് പണ്ട് മുതലേ ഉള്ള ഒരു കോഡാണ്. പലർക്കും പണ്ടുകാലങ്ങളിൽ പഠിച്ചിരുന്നവർക്ക് അറിയാൻ വേണ്ടി സാധിക്കും. അത് നിങ്ങൾ അങ്ങ് പഠിച്ചു വെച്ചേക്ക. റാബി ഇപ്പൊ സെയ്ദിന്റെ പച്ചക്കറിയും പഴങ്ങളും ആണ് എന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ പഠിച്ച റാബി പഠിച്ചു വെച്ചേക്ക. മഞ്ഞുകാലത്ത് ഗോപബാലിക പുകവലിക്കും. ഇതൊരു മഞ്ഞുകാല കൃഷിയാണ് എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഏതാണ്? ഗോ എന്ന് പറയുമ്പോൾ ഗോതമ്പ്, ഗോതമ്പ്. പയറാണ്. ഗോതമ്പും പയറും, ഗോതമ്പും പയറും. ബാലികയിൽ ബാ എന്ന് പറയുന്നത് ബാർലിയും, ലീ എന്ന് പറയുന്നത് ലിൻസീഡും, കടുകുമാണ്. അതായത് ഗോപബാലിക എന്ന് പറയുന്നിടത്ത് ഗോതമ്പ്, പയറ്, ബാലിക, ബാർലി, ലിൻസീഡ്, കടുക് എന്നിങ്ങ് വന്ന്. പിന്നെ പുകവലിക്കും എന്ന് പറഞ്ഞാൽ പുകവലിക്കും എന്ന് പറയുമ്പോൾ പുകയില. കണ്ട, ഇതാണ് ഇതിന്റെ കോഡ്. മഞ്ഞുകാലത്ത് ഗോപബാലിക പുകവലിക്കും. പഠിച്ചു വെച്ചേക്കണ, ചോദിക്കും. മറ്റൊന്ന് അന്റാർട്ടിക്കയിൽ ഇന്ത്യ സ്ഥാപിച്ച ഗവേഷണ സ്ഥാപനമാണ് ദക്ഷിണ ഗംഗോത്രി. ദക്ഷിണ ഗംഗോത്രി എവിടെയാണ്? അന്റാർട്ടിക്കയിലാണ്. ആരാണ് സ്ഥാപിച്ചത്? ഇന്ത്യയാണ്. ഇന്ത്യ പഠിച്ചു വെച്ചേക്കടാ. ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ എത്ര മണിക്കൂർ മുന്നിലാണ്? 5.5 മണിക്കൂർ മുന്നിലാണ്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുന്നിലാണ്. പഠിച്ചു വെച്ചേക്ക, ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ അടുത്ത് ചോദിക്കും. ഉത്തരേന്ത്യയിൽ വേനൽക്കാലത്ത് വീശുന്ന പ്രാദേശിക വാതകമാണ് ഏത്? ലൂ. ഏതാണ്? ലൂ. അതായത് വാദമാണ്, വാതകമല്ല, വാദമാണ്. ഏതാണ്? ലൂ എന്ന് പറയുന്നത് ഉത്തരേന്ത്യയിൽ വേനൽക്കാലത്ത് വീശുന്ന കാറ്റാണ്. ഉത്തരേന്ത്യയിൽ വേനൽക്കാലത്ത് വീശുന്നത് ലൂ ആണ്. ഉത്തരേന്ത്യൻ സമതലത്തിൽ മെയ് ജൂൺ മാസങ്ങളിൽ വീശുന്ന വരണ്ട കാറ്റാണ് ലൂ എന്ന് പറയുന്നത്. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ മെയ് ജൂൺ മാസങ്ങളിൽ വീശുന്ന വരണ്ട കാറ്റാണ് ലൂ. ഉത്തരേന്ത്യയിൽ അതികഠിനമായ ചൂടിന് കാരണമാകുന്ന ഉഷ്ണകാറ്റ് ചോദിച്ചാലും ലൂ ആണ്. 3 തരത്തിൽ ഈ ചോദ്യം വരാം. ഇങ്ങനെയാണ്. ഉത്തരേന്ത്യയിൽ വേനൽക്കാലത്ത് വീശുന്ന പ്രാദേശിക വാദം ചോദിച്ചാൽ ലൂ ആണ്. ഉത്തരേന്ത്യൻ സമതലത്തിൽ മെയ് ജൂൺ മാസങ്ങളിൽ വീശുന്ന വരണ്ട കാറ്റ് ചോദിച്ചാൽ ലൂ ആണ്. ഉത്തരേന്ത്യയിൽ അതികഠിനമായ ചൂടിന് കാരണമാകുന്ന ഉഷ്ണക്കാറ്റ് ചോദിച്ചാലും ഏതാണ്? ലൂ ആണ്. ലൂ ആണ് എന്ന് മനസ്സിലാക്കുക. വേനൽക്കാലത്ത് പശ്ചിമ ബംഗാളിൽ വീശുന്ന കാറ്റ്, വരണ്ട കാറ്റ് ഏതാണ്? അത് കാൽവൈശാഖിയാണ്. കാൽവൈശാഖി. വേനൽക്കാലത്ത് പശ്ചിമ ബംഗാളിൽ വീശുന്ന വരണ്ട കാറ്റാണ് കാൽവൈശാഖി എന്ന് പറയുന്നത്. പഠിച്ചു വെച്ചേക്ക്, ചോദിക്കും. ഉറപ്പായിട്ട് ഇനിയും ചോദിക്കും. വിന്ധ്യ പർവ്വതനിരയ്ക്ക് തൊട്ട് തെക്കായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര. വിന്ധ്യ പർവ്വതനിരയ്ക്ക് തൊട്ട് തെക്കായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര അത് സാത്പുര പർവ്വതനിരയാണ്. ഏതാണ്? സാത്പുര പർവ്വതനിര. വിന്ധ്യ പർവ്വതനിരയ്ക്ക് തൊട്ട് തെക്കായിട്ടാണ് സാത്പുര പർവ്വതനിര സ്ഥിതി ചെയ്യുന്നത്. ഭൂപടത്തിന്റെ സവിശേഷതകൾ ചിത്രീകരിക്കാൻ വെള്ള നിറം സൂചിപ്പിക്കുന്നത് എന്താണ്? ഭൂപടത്തിൽ ഭൂസവിശേഷതകൾ ചിത്രീകരിക്കാൻ വെള്ള നിറം സൂചിപ്പിക്കുന്നത് തരിശുഭൂമിയെയാണ്. തരിശുഭൂമി. ഭൂപടത്തിൽ ഭൂസവിശേഷതകൾ ചിത്രീകരിക്കാൻ വെള്ള നിറം സൂചിപ്പിക്കുന്നത് തരിശുഭൂമിയെയാണ് എന്ന് മനസ്സിലാക്കുക. ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്നറിയോ? അത് ഉത്തർപ്രദേശാണ്. ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ്. ഇന്ത്യയുടെ അന്റാർട്ടിക്കയിലെ പര്യവേഷണ കേന്ദ്രം ദക്ഷിണ ഗംഗോത്രി. ഒരുപാട് തവണ പണ്ടുകാലങ്ങൾ ആവർത്തിച്ച ചോദ്യമാണ് ദക്ഷിണ ഗംഗോത്രിയുമായി ബന്ധപ്പെട്ട്. ഇന്ത്യയുടെ അന്റാർട്ടിക്കയിലെ പര്യവേഷണ കേന്ദ്രമാണ് ദക്ഷിണ ഗംഗോത്രി.
എടാ സൂര്യന്റെ അയനവുമായി ബന്ധപ്പെട്ട ജൂൺ 21 പ്രത്യേകത എന്താണ്? എടാ സൂര്യന്റെ അയനവുമായി ബന്ധപ്പെട്ട ജൂൺ 21 പ്രത്യേകത എടാ എന്താണെന്നറിയോ? സൂര്യരശ്മി ഉത്തരായന രേഖയിൽ ലംബമായി പതിക്കുന്ന ദിവസമാണ്. എടാ സൂര്യരശ്മി ഉത്തരായന രേഖയിൽ ലംബമായി പതിക്കുന്ന ദിവസമാണ് ജൂൺ 21 എന്ന് പറയുന്നത്. ലംബമായിട്ട് പതിക്കും. എടാ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ, അതായത് മൊത്തം കൃഷിയുടെ 75% കൃഷി ചെയ്യുന്നത് എന്താണെന്നറിയോ? എടാ അത് ഭക്ഷ്യവിളയാണ് കേട്ടാ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് ഭക്ഷ്യവിളയാണ്. അതായത് ആകെ കൃഷിയുടെ അല്ലെങ്കിൽ മൊത്തം കൃഷിയുടെ 75% ഏതാണ്? ഭക്ഷ്യവിളയാണ് എന്ന് മനസ്സിലാക്കുക. എടാ ഗോഡ്വിൻ ആസ്റ്റിൻ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ കൊടുമുടി ഏതാണ്? എടാ അത് മൗണ്ട് K2 ആണ്. നമ്മൾ പറഞ്ഞു ഗോഡ്വിൻ ആസ്റ്റിൻ എന്നറിയപ്പെടുന്നത് മൗണ്ട് K2 ആണ്. എടാ ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ ഏതാ? അത് ഉത്തരായന രേഖയാണ്. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ ഉത്തരായന രേഖയാണ് എന്ന് മനസ്സിലാക്കുക. എടാ ഇന്ത്യയുടെ ധാതു നിക്ഷേപങ്ങളുടെ കലവറ എന്നറിയപ്പെടുന്ന പ്രദേശം അത് ഛോട്ട നാഗ്പൂർ പീഠഭൂമിയാണ്. ഇന്ത്യയുടെ ധാതു നിക്ഷേപങ്ങളുടെ കലവറ എന്നറിയപ്പെടുന്നത് ഛോട്ട നാഗ്പൂർ പീഠഭൂമിയാണെന്ന് പറയാം. ഇന്ത്യയുടെ ധാതു നിക്ഷേപങ്ങളുടെ കലവറ ഛോട്ട നാഗ്പൂർ പീഠഭൂമി ചോദിച്ചിട്ടുണ്ട്. എടാ തർക്കരഹിത ഇന്ത്യൻ ഭൂപ്രദേശത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എടാ കാഞ്ചൻജംഗയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് ചോദിച്ചാൽ അവിടെ മൗണ്ട് K2 ആണ്. എന്നാൽ തർക്കരഹിത ഇന്ത്യൻ ഭൂപ്രദേശത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് ചോദിച്ചാൽ അത് കാഞ്ചൻജംഗയാണ്. എന്താടാ? കാഞ്ചൻജംഗ. എടാ ഡെക്കാൻ പീഠഭൂമി പ്രദേശത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് എടാ അത് കറുത്ത മണ്ണാണ്. കറുത്ത മണ്ണ്, ബ്ലാക്ക് സോയിൽ. അതായത് ഡെക്കാൻ പീഠഭൂമി പ്രദേശത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണാണ് കറുത്ത മണ്ണ് എന്ന് പറയുന്നത്. എന്താണ്? കറുത്ത മണ്ണ്. എടാ മറ്റൊന്ന്, ഹിമാനികളുടെ പ്രവർത്തന ഫലമായി പർവ്വത ഭാഗങ്ങൾക്ക് തേയ്മാനം സംഭവിച്ചുണ്ടാകുന്നവയാണ് എന്ത്? സിർക്കുകൾ എന്ന് പറയുന്നത്. സിർക്കുകൾ ഹിമാനികളുടെ പ്രവർത്തന ഫലമായി പർവ്വതങ്ങളുടെ ഭാഗങ്ങൾക്ക് തേയ്മാനം സംഭവിച്ചുണ്ടാകുന്നതാണ് സിർക്കുകൾ. എടാ ഛോട്ടാ നാഗ്പൂർ എന്നത് എന്താണ്? അതൊരു പീഠഭൂമിയാണ്. നമ്മൾ ഒന്നിച്ചാണെന്ന് പറയുന്നത്, ഓർത്ത് വെച്ചേക്കാം. എടാ കോറമാൻഡൽ തീരം എന്നറിയപ്പെടുന്നത് എവിടെയാണ്? എടാ കോറമാൻഡൽ തീരം കൃത്യമായി പഠിച്ചു വെക്കുക. ഇന്നലെ ആ ഒരു ക്ലാസ് കണ്ട ഒരാൾക്ക് കൃത്യമായി അറിയാൻ വേണ്ടി സാധിക്കും. കോറമാൻഡൽ എന്ന് പറയുന്നത് എവിടെയാണ്? എടാ ഇന്ത്യയുടെ എവിടെയാണ്? കിഴക്കൻ തീരങ്ങളിലാണ് കോറമാൻഡൽ തീരം എന്ന് പറയുന്നത്. ഇന്ത്യയുടെ കിഴക്കൻ തീരങ്ങളാണ്. എടാ തമിഴ്നാട് ഇന്ത്യയുടെ, അതായത് തമിഴ്നാട്ടിലാണ് എന്ന് മനസ്സിലാകും. അതായത് കിഴക്കൻ തീരത്ത് തമിഴ്നാടും ആന്ധ്രയുടെ വടക്ക് വരെ എന്താണ്? കോറമാൻഡൽ എന്നറിയപ്പെടുന്നു. ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം എത്രയാണ്? 3214 കിലോമീറ്റർ. ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം ഇതാണ്. തെക്ക് വടക്ക് നീളം 3214. എടാ ഇന്ത്യയുടെ കിഴക്കു പടിഞ്ഞാറ് നീളം, ഇത് കിഴക്കു പടിഞ്ഞാറ് നീളം എത്രയാ? 2933. ഇത് പഠിച്ചു വച്ചേക്കുക. എടാ ഖാരിഫ് വിളവെടുപ്പ് കാലം എപ്പോഴാണ്? എടാ നവംബറിലാണ് ഖാരിഫിന്റെ വിളവെടുപ്പ് കാലം എന്ന് പറയുന്നത്. എടാ ഇന്ത്യയുടെ പൂർവ്വതീര സമതലത്തിന്റെ തെക്കു ഭാഗം അറിയപ്പെടുന്നത് എന്താണ്? നമ്മളിപ്പോ പറഞ്ഞു അത് കോറമാൻഡൽ തീരം എന്നാണ്. ഇന്ത്യയുടെ പൂർവ്വതീര സമതലത്തിന്റെ തെക്കു ഭാഗം, ഇന്ത്യയുടെ പൂർവ്വതീരം നമുക്കറിയാം. പൂർവ്വതീരവും ബംഗാൾ ഉൾക്കടലുമാണ് അതിർത്തി എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പൂർവ്വഘട്ടം. അപ്പൊ അതിന്റെ തെക്കു ഭാഗം അറിയപ്പെടുന്നത് എന്താണ്? കോറമാൻഡൽ തീരം എന്നാണ്. കോറമാൻഡൽ തീരം. എടാ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലം ഏതാണ്? അത് മൗസിൻ റാം ആണ്. മൗസിൻ റാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് മൗസിൻ റാം. എടാ ഇന്ത്യയിൽ മൺസൂണിന്റെ ആരംഭം ഏത് മാസത്തിലാണെന്ന് ചോദിച്ചാൽ അത് ജൂൺ മാസത്തിലാണ്. ഇന്ത്യയിൽ മൺസൂണിന്റെ ആരംഭം ജൂൺ മാസമാണെന്ന് മനസ്സിലാക്കുക. എടാ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷ്യധാന്യം അത് നെല്ലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷ്യധാന്യം നെല്ലാണ് എന്ന് മനസ്സിലാക്കുക. ഇന്ത്യയിൽ ജൈവ കൃഷി അവലംബിച്ച ആദ്യ സംസ്ഥാനം സിക്കിമാണ്. ഇന്ത്യയിൽ ജൈവ കൃഷി അവലംബിച്ച ആദ്യത്തെ സംസ്ഥാനം സിക്കിം. എടാ പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണ്? അത് കറുത്ത മണ്ണാണ്. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് കറുത്ത മണ്ണ്. എടാ ഇന്ത്യയുടെ മുഖ്യ ഭക്ഷ്യവിള എന്ന് പറയുന്നത് നെല്ലാണ്. ഇന്ത്യയുടെ മുഖ്യ ഭക്ഷ്യവിള നെല്ല്. ഹിമാലയത്തിന്റെ നട്ടൽ എന്നറിയപ്പെടുന്നത് ഹിമാദ്രി. ഹിമാലയത്തിന്റെ നട്ടല് ഹിമാദ്രി. എടാ ഇന്ത്യയുടെ തെക്കേ അറ്റം ഇന്ദിരാ പോയിന്റ് ആണ്. ഇന്ദിരാ പോയിന്റ്. ഇന്ദിരാ കോള് വടക്കേ അറ്റവും. ഓക്കെ, ഇന്ത്യയുടെ വടക്കേ അറ്റം ഇതാ ഇന്ദിരാ കോളാണ്. ഇന്ദിരാ കോള്. എടാ മണ്ണിനെ കുറിച്ചുള്ള പഠനം പെഡോളജിയാണ് കേട്ടോ. പെഡോളജി. ശിലകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ആഗ്നേയശില. ശിലകളുടെ മാതാവ് ആഗ്നേയശിലയാണ്. എടാ നമ്മുടെ രാജ്യത്ത് ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസി അത് സർവേ ഓഫ് ഇന്ത്യ ആണ്. നമ്മുടെ രാജ്യത്തെ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസി സർവേ ഓഫ് ഇന്ത്യ. എടാ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഡെറാഡൂൺ ആണ്. ഏതാണ്? ഡെറാഡൂൺ. ഇന്ത്യയുടെ സമയം നിർണ്ണയിക്കുന്ന ഔദ്യോഗിക രേഖാംശം 82.5 ഡിഗ്രിയാണ്. 82.5 ഡിഗ്രി, അതായത് 82 - 30 കിഴക്കാണ്. ഇവിടെ കാൽ വൈശാഖി എന്താണ്? നമ്മൾ പറഞ്ഞു മഴയാണ്. കാൽ വൈശാഖി എന്താണ്? വരണ്ട കാറ്റാണ്. വരണ്ട കാറ്റ്.
ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി 8 ഡിഗ്രി 4 വടക്ക് 37 ഡിഗ്രി 6 വടക്കാണ്. ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി 8 ഡിഗ്രി 4 വടക്കും 37 ഡിഗ്രി 6 വടക്കുമാണ്. ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ഭൂവിഭാഗം നമ്മൾ പറഞ്ഞു ഉപദ്വീപീയ പീഠഭൂമി. ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഭൂവിഭാഗം ചോദിച്ചാൽ ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഹരിത വിപ്ലവത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപാദന വർധന ഉണ്ടാക്കിയ വിള ഏതാണ്? അത് ഗോതമ്പാണ്. ഹരിത വിപ്ലവത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപാദന വർധന ഉണ്ടാക്കിയ വിള അത് ഗോതമ്പാണ് എന്ന് മനസ്സിലാക്കുക. ഇത്രയുമാണ് ഒന്നാമത്തെ പാർട്ടിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ചെറുതാണ്. ഇനി വരുന്ന 2 പാർട്ടും കുറച്ചുകൂടി വലുതായിരിക്കും. അതിൽ നമ്മൾ വളരെ പ്രധാനപ്പെട്ട കുറച്ചധികം ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തു പോകും. ഓക്കേടാ. അപ്പൊ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.